നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ അനുജ. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ പന്തീരാങ്കാവ് കേസുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സംഭവവികാസങ്ങളുണ്ട്. ആ വാർത്തയിലേക്ക് നമ്മൾ ആദ്യം പോകും. ഇപ്പോൾ അന്വേഷണ സംഘം പ്രതിയുടെ വസതിയിലെത്തിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. വിനീത വിജയുണ്ട്. വിനീത, വിവരങ്ങൾ. അനുജ, അല്പസമയത്തിനകം തന്നെ അന്വേഷണ സംഘം പെൺകുട്ടിയുടെ വസതിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തും. അന്വേഷണ സംഘം ഇപ്പോൾ പറവൂരിലേക്ക് എത്തിയിട്ടുണ്ട്. എത്തിയാൽ ഇപ്പോൾ തന്നെ പെൺകുട്ടിയുടെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം പെൺകുട്ടിയുടെ വസതിയിലേക്ക് അല്പസമയത്തിനകം എത്തും. ആ വിവരങ്ങൾ നമ്മൾ ആ സമയം തത്സമയം തന്നെ പ്രേക്ഷകരെ അറിയിക്കും. ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്. SHOയ്ക്ക് സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ട്. ആ വാർത്തയുടെ വിശദാംശത്തിലേക്ക് ഇനി പോകുന്നു. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ കൃത്യവിലോപം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. പന്തീരാങ്കാവ് SHO AS സരിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി. ദീപക്, തുടക്കം മുതൽ തന്നെ ഈ കേസിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന ആരോപണമുണ്ടായിരുന്നു. അത് പെൺകുട്ടിയുടെ കുടുംബം നിരന്തരം ആവർത്തിക്കുന്നുമുണ്ടായിരുന്നു. ഇപ്പോൾ അത്തരത്തിലേക്കൊരു റിപ്പോർട്ട് കമ്മീഷണർ നൽകി നടപടിയുമായിരിക്കുന്നു. വിവരങ്ങൾ. അനുജ, ഈ പന്തീരങ്കാവ് കേസിൽ പന്തീരങ്കാവ് SHO ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം പോലീസ് സംഘം കൃത്യമായ വ്യക്തമായ കൃത്യവിലോപം നടത്തി എന്നുള്ളത് നേരത്തെ തന്നെ ആരോപണമായിരുന്നു. ആ ആരോപണം വകുപ്പ് തന്നെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള കടുത്ത അച്ചടക്ക നടപടിയിലേക്കാണ് ഇപ്പോൾ കടന്നത്. അതിന്റെ ഭാഗമായാണ് നോർത്ത് സോൺ IG K സേതുരാമൻ പന്തീരങ്കാവ് SHO AS സരിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ കേസിൽ ഇരയ്ക്കൊപ്പം നിൽക്കാതെ പ്രതിക്കൊപ്പം നിൽക്കുന്നു എന്ന ആരോപണമായിരുന്നു. അത് ബന്ധുക്കൾ നിരത്തി, ബന്ധുക്കൾ മാധ്യമങ്ങളിലൂടെ പറയുന്നു, 24 ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നു. ഇതിനുശേഷം മുഖ്യമന്ത്രിക്ക് ഇന്നലെ ആ കുടുംബം, പറവൂരിലെ കുടുംബം പരാതി നൽകുന്നു. മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിലാണെങ്കിലും ശക്തമായി ഇടപെടുന്നു. കർശന നടപടിക്ക് ADGP MR അജിത് കുമാറിന് നിർദ്ദേശം നൽകുന്നു. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ കേസ് യഥാർത്ഥത്തിൽ പോലീസിന്റെ മുട്ടാപ്പോക്ക് നയത്തിൽ നിന്നും മാറുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരിശോധിക്കാൻ നിർദ്ദേശിച്ചു. തുടർന്നാണ് ലാഘവമായ എളുപ്പമുള്ള വകുപ്പുകൾ മാറ്റി ഗുരുതര വകുപ്പുകൾ ചേർക്കുന്നത്. അന്വേഷണ സംഘത്തെ പാടെ മാറ്റുകയും ചെയ്തു. അന്വേഷണ സംഘത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന SHO IP സരിനെയും അതുപോലെ SIയെയും മാറ്റി പുതിയ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. ACPയെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നു. ACP സാജു K എബ്രഹാമാണ് അന്വേഷണ സംഘം മേധാവി. 7 അംഗ സംഘമാണ്. ആ സംഘമാണ് ഇപ്പോൾ പറവൂരിലെത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇരയുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. മറ്റൊന്ന്, സമാന്തരമായി പോലീസിന്റെ വീഴ്ച അന്വേഷിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയെ ചുമതലപ്പെടുത്തി. അദ്ദേഹം ഇന്ന് അന്വേഷണം നടത്തി വൈകിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് ഗൗരവത്തിലെടുത്തുകൊണ്ട് അത് ശരിവെച്ചുകൊണ്ടാണ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം SHOയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് IG ഉത്തരവിട്ടത്. അതായത് വടക്കൻ മേഖല IG K സേതുരാമൻ സസ്പെൻഷൻ ഉത്തരവിടുന്നു. സസ്പെൻഷൻ ഉത്തരവിൽ വളരെ കൃത്യമായി DIGയുടെ നേതൃത്വത്തിൽ, അതായത് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന് ചേരാത്ത അൺബിക്കമിങ് ബിഹേവിയർ ഫ്രം എൻ ഓഫീസർ എന്ന് പറയുന്നു. അതായത് പോലീസ് ഉദ്യോഗസ്ഥന് ചേരാത്ത പെരുമാറ്റമുണ്ടായി എന്നും അതുപോലെ തന്നെ ഗുരുതരമായ വീഴ്ച പറ്റി കൃത്യവിലോപമുണ്ടായി എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അടിയന്തര സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഏതായാലും രണ്ട് കാര്യമാണ്. പോലീസിന് വീഴ്ച പറ്റി പന്തീരങ്കാവ് പോലീസിന്. പക്ഷേ അത് തിരുത്താനും കർശന നടപടിയെടുക്കാനും പോലീസ് തലപ്പത്തു നിന്നും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലിന് ശേഷം തയ്യാറായി എന്നുള്ളതാണ് വസ്തുത. ഏതായാലും രണ്ട് കാര്യം ഇന്നുണ്ടാകുന്നു. പ്രധാനമായി ഒന്ന്, പ്രതി രാജ്യം വിട്ടുപോകുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും രാജ്യം വിട്ടുപോയതിൻ്റെ നടുക്കത്തിലാണ് പോലീസ് ആസ്ഥാനം, പോലീസിലെ പ്രധാന ഉദ്യോഗസ്ഥർ. കാരണം ഇങ്ങനെയുള്ള ഒരു പ്രതിയെ എങ്ങനെ രാജ്യം വിട്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കർശന നടപടിയിലേക്ക് പോലീസ് കടന്നതും. SHOവിനെ സസ്പെൻഡ് ചെയ്യുന്നു. സസ്പെൻഷൻ കാരണത്തിലേക്ക് എത്തിയ ഒരു പ്രധാന വിഷയം, ഈ പ്രതിക്ക് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടാകുന്നു, അനുകൂലമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു, പ്രതിക്ക് രാജ്യം വിടാനുള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളത് കൂടിയാണ്. ഏതായാലും ഇപ്പോൾ സസ്പെൻഷൻ നടക്കുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ വിനീത വിജി അവിടുന്ന് ചേരും. മൊഴി രേഖപ്പെടുത്തലും മറ്റു തുടർ നടപടികളിലേക്കും കടക്കും. അനുജ, ശരി. പന്തീരാങ്കാവ് കേസിലാണ് SHOയ്ക്ക് സസ്പെൻഷൻ. ആ സസ്പെൻഷൻ ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. അതിന്റെ വിവരങ്ങളാണ് ദീപക് ധർമ്മടം നൽകിയത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ P. ഗോപാൽ വിവാഹത്തട്ടിപ്പ് വീരനെന്ന് സൂചന. കഴിഞ്ഞ വർഷം മറ്റൊരു യുവതിയുമായി വിവാഹം രജിസ്റ്റർ ചെയ്തതിന്റെ തെളിവുകൾ പുറത്തുവന്നു. യുവതി പോലീസിൽ പരാതി നൽകി. കോട്ടയം സ്വദേശിയായ പെൺകുട്ടിയുമായുള്ള വിവാഹം കഴിഞ്ഞ വർഷമാണ്
രാഹുൽ പി ഗോപാൽ രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ മെയ് 5-ന് വിവാഹം നടത്താമെന്ന ധാരണയിലായിരുന്നു രജിസ്റ്റർ വിവാഹം. സ്ത്രീധനം ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചൊലുത്തിയതോടെ യുവതി വിവാഹമോചനം തേടി. വിവാഹമോചന നടപടികൾ കോടതിയിൽ പുരോഗമിക്കവെയാണ് പറവൂരിലെ പെൺകുട്ടിയുമായുള്ള രാഹുലിന്റെ വിവാഹം. ഇക്കാര്യം മറച്ചുവെച്ചെന്ന പറവൂരിലെ പെൺകുട്ടിയുടെ കുടുംബം. ഈ കല്യാണത്തിന് ശേഷമാണ് 2 എൻഗേജ്മെന്റ് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ എൻഗേജ്മെന്റ് രണ്ടും അത് പിന്നീട് ഈ പെണ്ണിന്റെ ആളുകൾ അന്വേഷിച്ചപ്പോൾ ഇവനൊരു ഫ്രോഡാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതൊഴിഞ്ഞത് എന്നാണ്. ഇപ്പൊ ഇന്നലെ കോട്ടയത്ത് നിന്ന് ഒരാൾ എന്നെ വിളിച്ചിരുന്നു. അത് ചാനലിന്റെ ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവായിരുന്നു ഈ പെൺകുട്ടി. അപ്പോൾ അത് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. പക്ഷെ അത് പിന്നീട് അത് അന്വേഷിച്ചപ്പോൾ ഇയാളൊരു ഫ്രോഡാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അത് ഒഴിവാകുകയാണ് ചെയ്തത്. എറണാകുളം സ്വദേശിനിയും രാഹുലിനെതിരെ ആരോപണവുമായി രംഗത്തെത്തി. ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം നൽകി രാഹുൽ കബളിപ്പിച്ചെന്നാണ് ആരോപണം. രേഖാമൂലം പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എറണാകുളത്തെ യുവതി. നിയമപരമായി വിവാഹമോചനം നേടാതെയുള്ള 2ാം വിവാഹം ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഗുരുതര കുറ്റകൃത്യമാണ്. 24 കൊച്ചി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പെൺകുട്ടിയോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പ്രതി രാഹുൽ പി ഗോപാലിന്റെ മാതാവ്. രാഹുൽ ഇതിനു മുൻപ് വിവാഹിതനായിരുന്ന കാര്യം പെൺകുട്ടിയെയും കുടുംബത്തെയും അറിയിച്ചിരുന്നു. അതേസമയം രാഹുലിന്റെ മാതാവിനെ തള്ളി പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തി. പോലീസിന്റെ നടപടിയെ വനിതാ കമ്മീഷൻ വിമർശിച്ചു. പന്തീരാങ്കാവിൽ ഭർത്തൃവീട്ടിൽ നേരിട്ട കൊടും ക്രൂരതകൾ പെൺകുട്ടിയും കുടുംബവും വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് കേസിലെ പ്രതിയായ രാഹുലിന്റെ മാതാവിന്റെ പ്രതികരണം. പെൺകുട്ടിയോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല. രാഹുൽ ഇതിനു മുൻപ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്ന കാര്യം പെൺകുട്ടിക്കും വീട്ടുകാർക്കും അറിയാമായിരുന്നുവെന്നും മാതാവ് പറയുന്നു. മോന് കല്യാണമായിട്ട് കഴിച്ചത് ഈ കുട്ടീനെയാണ്. കോട്ടയത്തുനിന്ന് നിശ്ചയം കഴിഞ്ഞതാണ്. ഈ 2 കാര്യം അമ്മയ്ക്കറിയാം. രാഹുലിന്റെ മാതാവ് പറയുന്നതെല്ലാം പച്ചക്കള്ളമെന്ന് പെൺകുട്ടിയുടെ കുടുംബം പ്രതികരിച്ചു. രാഹുൽ മുൻപ് വിവാഹം കഴിച്ചിരുന്ന കാര്യം അറിയാമായിരുന്നുവെങ്കിൽ തന്റെ മകളുമായുള്ള വിവാഹം നടത്തില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ 2 എൻഗേജ്മെന്റ് നടന്നതാണെന്നും പിന്നീട് ആ കുട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തത് എന്നും ഒക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. കേസിൽ പന്തീരാങ്കാവ് പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് വനിതാ കമ്മീഷനും രംഗത്തെത്തി. ഭർത്താവുമായിട്ട് ഒത്തുപോകണം, രമ്യതയിൽ പോകണം എന്ന് പറയുന്ന ഒരു സ്ഥിതി അവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശാരീരികമായിട്ടുള്ള പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനയ്ക്ക് അപമാനമാണ്. രാഹുലിന്റെ മാതാവിനും സഹോദരിക്കുമെതിരെയും കേസെടുക്കണമെന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആവശ്യം. രാഹുൽ കോഴിക്കോട് തന്നെയുണ്ടെന്നും കോടതിയിൽ ഹാജരാകുമെന്നും മാതാവ് ഉഷ വ്യക്തമാക്കി. രാഹുലിന്റെ അമ്മയ്ക്കെതിരെയും നടപടി വേണമെന്നാണ് പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും ആവശ്യം. പരാതിയുമായി സ്റ്റേഷനിലെത്തിയ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കാനല്ല പോലീസ് ശ്രമിച്ചത്, പകരം പ്രതിയെ സംരക്ഷിക്കാനായിരുന്നുവെന്നും ആരോപണമുണ്ട്. വിനീത VG 24 കൊച്ചി. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തുന്ന സമരം പിൻവലിച്ചു. നാളെ മുതൽ ടെസ്റ്റുകൾ പുനരാരംഭിക്കും. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സർക്കുലർ പിൻവലിക്കില്ലെന്നും ചില മാറ്റങ്ങൾ വരുത്തുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. അതേസമയം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം ഒത്തുതീർപ്പായെങ്കിലും മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ പൂർണ്ണ തൃപ്തരല്ലെന്ന് CITU അറിയിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിൽ ടെസ്റ്റ് നടത്തണമെന്ന നിർദ്ദേശം അംഗീകരിച്ചിട്ടില്ലെന്ന് പ്രതിനിധികൾ പറഞ്ഞു. ചർച്ചയിൽ പൂർണ്ണ തൃപ്തി എന്നാണ് സംയുക്ത സമരസമിതി പ്രതികരിച്ചത്. സമരം പരാജയപ്പെടുത്താനാണ് CITU ശ്രമിച്ചതെന്ന് AITUC കുറ്റപ്പെടുത്തി. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി. അഖിൽ ഷാ, ഒടുവിൽ ഗതാഗത മന്ത്രി ഒരല്പം അയഞ്ഞു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ചില ആവശ്യങ്ങളെങ്കിലും അംഗീകരിച്ചിട്ടുണ്ട്, സർക്കുലറിൽ ഇളവ് വരുത്തുന്നു, പിൻവലിക്കില്ല എന്ന് പറയുമ്പോൾ പോലും. പക്ഷേ ഇപ്പോൾ അഖിൽ ഷായിലേക്ക് എത്താം. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പെൺകുട്ടിയുടെ വസതിയിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ്. ആലുവയിലുള്ള വസതിയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. ഇനി മൊഴി രേഖപ്പെടുത്തുക ഉൾപ്പെടെ ഉള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ പോലീസിന് ഈ സംഭവത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അവർ ആരോപിച്ചിരുന്നതാണ്. അത്തരത്തിലേക്കുള്ള ഗുരുതര ആരോപണം ഇപ്പോൾ അത് ശരിവയ്ക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് പന്തീരങ്കാവ് SHOയ്ക്ക് സസ്പെൻഷൻ. ആ ഉത്തരവിൻ്റെ വിവരങ്ങൾ അല്പസമയം മുൻപ് നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. പോലീസിന് കേസ് അന്വേഷണത്തിൻ്റെ തുടക്കഘട്ടത്തിൽ, പ്രാഥമിക ഘട്ടത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് SHOയെ സസ്പെൻഡ് ചെയ്തത്. ഉത്തരമേഖല IG-യുടെ നടപടി ആണുണ്ടായത്. ഇപ്പോൾ 2 സംഘങ്ങൾ ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതിൽ ഒരു അന്വേഷണ സംഘം പെൺകുട്ടിയുടെ വസതിയിലേക്ക് എത്തുകയാണ്. പെൺകുട്ടിയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. FIR-ൽ നേരത്തെ പന്തീരാങ്കാവ് പോലീസ് രേഖപ്പെടുത്തിയ FIR-ൽ ഗുരുതര കുറ്റം ഒന്നും ചുമത്തിയിരുന്നില്ല, അതെല്ലാം ലഘൂകരിച്ചിട്ടുണ്ട് എന്ന ആരോപണം പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. അതെല്ലാം ശരിവെച്ചുകൊണ്ടുള്ള നടപടിയാണ് ഉത്തരമേഖല
IG-യുടെ ഭാഗത്തു നിന്നുള്ള സസ്പെൻഷൻ ഉത്തരവിൽ ഉള്ളത്. നമ്മൾ ഈ വാർത്തയുടെ വിശദാംശത്തിലേക്ക് എത്താം. ഒരിക്കൽ കൂടി അഖിൽ ഷായിലേക്ക്. അഖിൽ ഷാ, നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ ഗതാഗത മന്ത്രി ഒരല്പം അയഞ്ഞിട്ടുണ്ട്. ചില ഇളവുകൾ, അത് ചില ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പൂർണ്ണ തൃപ്തരല്ല ചില യൂണിയനുകൾ. അനുജ, പ്രധാനമായും CITU ആണ് ഇത്തരത്തിൽ മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഒരു തരത്തിലൊരു വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. അതായത് അവർ പൂർണ്ണമായി ഈ ഒരു ചർച്ചയിൽ അവർ സംതൃപ്തരല്ല. ഈ വരുന്ന 23-ന് അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി മന്ത്രി നടത്തുന്ന ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ അവരുടെ വിഷയങ്ങൾ കുറെ കൂടി ധാരണ വരുത്തി മന്ത്രിയോട് പറയും. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായൊരു നിലപാട് CITU വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു ചർച്ചയിലൂടെ ഉണ്ടായ തീരുമാനങ്ങളിൽ പൂർണ്ണമായ തൃപ്തരല്ല എന്നുള്ളതാണ് CITU ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള മുഴുവൻ സംഘടനകളും ഈ ചർച്ചയെ പൂർണ്ണമായി അനുകൂലിച്ച് ചർച്ച വിജയകരമാണെന്നുള്ള സമീപനമാണ് ഈ മറ്റ് സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും നാളെ മുതൽ സംസ്ഥാനത്ത് ടെസ്റ്റുകൾ പുനരാരംഭിക്കുമെന്നുള്ള കാര്യമാണ് സംയുക്ത സമരസമിതി ഉൾപ്പെടെ പറയുന്നത്. പഴയപടി ടെസ്റ്റുകൾ നടക്കുമെന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായും ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടായ ചില തീരുമാനങ്ങൾ, നേരത്തെ നമുക്കറിയുന്നത് പോലെ 40 ടെസ്റ്റുകളായിരുന്നു പ്രതിദിനം അനുവദിച്ചിരുന്നത്. അത് സംസ്ഥാനത്തെ മുഴുവൻ ടെസ്റ്റ് കേന്ദ്രങ്ങളിലും 40 ടെസ്റ്റുകളാണ് അനുവദിച്ചിരുന്നത്. പക്ഷേ പുതിയ തീരുമാനം അനുസരിച്ച് രണ്ട് MVIമാർ ഉള്ള സ്ഥലങ്ങളിൽ അത് 80 ടെസ്റ്റ് വരെ പരമാവധി പോകാം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഈ പറയുന്ന സംയുക്ത സമരസമിതി ഉൾപ്പെടെ കാര്യത്തിൽ തൃപ്തരാണ്. ഒപ്പം നേരത്തെ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അതിലും ഇപ്പോൾ ഒരു മാറ്റമുണ്ട്. 3 വർഷം കൂടി അധികമായി നൽകി 18 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഇനി അനുവദിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സർക്കുലർ അത് പിൻവലിക്കില്ല. അതിലെ മറ്റ് നിയമങ്ങൾ അങ്ങനെ തന്നെ പോകും. ഏറ്റവും പ്രധാനമായും ഈ ക്ലച്ചും ഗിയറും അത് ഒരുമിച്ചുള്ള, അത് മുന്നിൽ തന്നെയുള്ള വാഹനങ്ങൾ അത് തുടരാമെന്നുള്ളൊരു തീരുമാനം ഈ ചർച്ചയുടെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും MIT വാഹനങ്ങൾ അത് അനുവദിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഈ ചർച്ച എത്തിയിട്ടുള്ളത്. ഒപ്പം ഈ ഡാഷ്ബോർഡ് ക്യാമറകൾ ഉൾപ്പെടെ ഈ കാറുകളിൽ സ്ഥാപിക്കണമെന്നുള്ളൊരു നിലപാട് ഈ സർക്കുലറിൽ ഉണ്ടായിരുന്നു. അതും അങ്ങനെ തന്നെ തുടരും. അതിനോടും ഈ പറയുന്ന ചർച്ചയിൽ യോജിപ്പ് തന്നെയാണ് ഉണ്ടായത്. എന്തായാലും നാളെ മുതൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കും. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം പിൻവലിച്ചിരിക്കുന്നു. നാളെ മുതൽ ടെസ്റ്റുകൾ പുനരാരംഭിച്ചു. ചില ഇളവുകൾ സർക്കുലറിൽ വരുത്തിയിട്ടുണ്ട്. എന്നാൽ സർക്കുലർ പൂർണ്ണമായി പിൻവലിക്കില്ല എന്നതാണ് ഗതാഗത മന്ത്രിയുടെ നിലപാട്. നമ്മൾ ഒരിക്കൽ കൂടി ആലുവയിലേക്ക് പോകുന്നു. അവിടെ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ അന്വേഷണ സംഘം പെൺകുട്ടിയുടെ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. തത്സമയ വിവരങ്ങളുമായി വിനീതയുണ്ട്. വിനീത, ഇനിയിപ്പോൾ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള നടപടിക്രമം അത് ആരംഭിച്ചിട്ടുണ്ടോ വിനീത? അനുജ, അല്പസമയം മുൻപാണ് അന്വേഷണ സംഘം ഈ പറവൂരുള്ള പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ അന്വേഷണ സംഘം പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പെൺകുട്ടിയുടെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തും. ഫറൂഖ് ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ സംഘത്തിനൊപ്പം ഒരു വനിതാ പോലീസുമുണ്ട്. കൃത്യമായി പെൺകുട്ടിയുടെ മൊഴി ഇക്കാര്യത്തിൽ രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഒപ്പം തന്നെ വീട്ടിൽ പെൺകുട്ടിയുടെ മാതാപിതാക്കളുമുണ്ട്. ഇക്കാര്യത്തിൽ ഇവർക്ക് എന്താണ് പറയേണ്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം വളരെ വിശദമായി തന്നെ കേൾക്കും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണവുമൊക്കെയായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. കുടുംബം ആരോപിച്ചിട്ടുണ്ടായിരുന്നു ഈ ആരോപണങ്ങളിൽ എത്രത്തോളം കഴമ്പുണ്ട്, ആരുടെ ഭാഗത്താണ് വീഴ്ച പറ്റിയത്, ഇങ്ങനെയുള്ള എല്ലാ വിശദാംശങ്ങളും അന്വേഷണ സംഘം തേടും. അല്പസമയം മുൻപാണ് അന്വേഷണ സംഘം ഈ വീട്ടിലേക്ക്, പറവൂരുള്ള ഈ വീട്ടിലേക്ക് എത്തിയത്. ഇനി പെൺകുട്ടിയുടെ വിശദമായിട്ടുള്ള മൊഴിയാകും രേഖപ്പെടുത്തുക. അതിനുശേഷമായിരിക്കും പന്തീരകാവെത്തി രാഹുലിന്റെ വീട്ടുകാരെ ചോദ്യം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഈ മെയ് 5-നാണ് പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്നത്. അതിനുശേഷം ഈ വീടുകാണൽ ഉൾപ്പെടെയുള്ള ചില ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അതായത് ഈ വിവാഹം നടന്ന ഒരാഴ്ചയ്ക്കുള്ളിലാണ് പെൺകുട്ടിക്ക് രാഹുലിൽ നിന്ന് ഇങ്ങനെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ഈ വീടുകാണൽ ഉൾപ്പെടെയുള്ള ചില ചടങ്ങുകളുണ്ട്. ഇതിനായാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ പന്തീരകാവിലേക്ക് പോയത്. അവിടെ എത്തിയപ്പോൾ പെൺകുട്ടി അവശനിലയിലായിരുന്നു. മർദ്ദനമേറ്റ പാടുകൾ ശരീരത്തിലുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന ചോദ്യത്തിന് താൻ ബാത്റൂമിൽ കാൽവഴുതി വീണതാണെന്നാണ് പെൺകുട്ടി ആദ്യഘട്ടത്തിൽ മാതാപിതാക്കളെ ധരിപ്പിച്ചത്. പക്ഷെ പിന്നീട് ഇത് രാഹുലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ഇത്തരത്തിൽ സംഭവിച്ചത് എന്തോ എന്നതിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തുക എന്നത് കൂടി അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമാണ്. പെൺകുട്ടിയുടെ മൊഴി അല്പസമയത്തിനകം രേഖപ്പെടുത്തുമെന്ന വിവരമാണ് വിനീത VG നൽകിയത്. അവർ വസതിയിലെത്തിക്കഴിഞ്ഞു. ഇന്നത്തെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം പ്രാവർത്തികമായി. ഭേദഗതി ചെയ്ത നിയമപ്രകാരം 300 പേർക്ക് പൗരത്വം നൽകിയതായി ആഭ്യന്തരമന്ത്രി അമിത് ഷാ അറിയിച്ചു. 14 പേർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം.
2024 പൗരത്വ ഭേദഗതി ചട്ടങ്ങളുടെ വിജ്ഞാപനത്തിന് ശേഷമുള്ള ആദ്യ സെറ്റ് പൗരത്വ സർട്ടിഫിക്കറ്റുകളാണ് ഇന്ന് വിതരണം ചെയ്തത്. പാകിസ്ഥാനിൽ നിന്നെത്തിയ അഭയാർത്ഥികൾക്കാണ് പൗരത്വം നൽകിയതെന്നാണ് സൂചന. ജില്ലാതല സമിതികൾ സംസ്ഥാന എംപവേർഡ് സമിതിക്ക് കൈമാറിയ പൗരത്വ അപേക്ഷയിൽ കേന്ദ്ര എംപവേർഡ് സമിതിയാണ് തീരുമാനമെടുത്തത്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജില്ലാ സംസ്ഥാന സമിതികൾ രൂപീകരിക്കാത്തതിനാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കാണ് പൗരത്വം നൽകിയതെന്നാണ് വിവരം. 300 പേർക്ക് ഇതിനകം പൗരത്വം നൽകിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മാർച്ച് 11 പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇറക്കിയതിന് പിന്നാലെ പൗരത്വാപേക്ഷ നൽകുന്നതിനായി ആപ്പും സജ്ജമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ അവസാന 3 ഘട്ടങ്ങൾ നടക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ, ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്നതാണ് നിയമം. 24 ഡൽഹി. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. സംസ്ഥാനത്ത് തുടർച്ചയായി ഗൂണ്ടാ വിളയാട്ടം ഉണ്ടാകുമ്പോൾ ഗുണ്ടകളെ പിടികൂടാനുള്ള നടപടിയിലേക്ക് വീണ്ടും പോലീസ് കടക്കുന്നു. ആ വാർത്തയിലേക്കാണ് ഇനി. വീണ്ടും ഓപ്പറേഷൻ ആഗ്. തിരുവനന്തപുരത്ത് വീണ്ടും ഗൂണ്ടാ വിളയാട്ടം. വെള്ളറട അമ്പൂരിയിൽ കൺസ്യൂമർ ഫെഡ് ജീവനക്കാർക്കും ഭർത്താവിനും മർദ്ദനമേറ്റു. ആറുകോണി സ്വദേശിയായ പാസ്റ്ററെ അക്രമി സംഘം വെട്ടിപ്പരുക്കേൽപ്പിച്ചു. ചോദ്യം ചെയ്ത് നാട്ടുകാരെയും ജീവനക്കാരെയും സംഘം കയ്യേറ്റം ചെയ്തു. അക്രമി സംഘത്തിലെ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ഇന്നലെ രാത്രി 9:30 അക്രമം. വെള്ളറട സ്വദേശിയും കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയുമായ സരിതയെയും ഭർത്താവ് രതീഷിനെയും തടഞ്ഞു നിർത്തി ഗുണ്ടാസംഘം മർദ്ദിക്കുകയായിരുന്നു. ബൈക്കിൽ മടങ്ങുകയായിരുന്നു ഇരുവരും. മർദ്ദനശേഷം രതീഷിന്റെ മൊബൈൽ ഫോൺ പ്രതികൾ തട്ടിയെടുത്തു. അതിലൊരാൾ ഈ ചെകിട്ടിൽ ഒറ്റയടി, മറ്റവൻ ഉടനെ കയ്യിൽ നിന്ന് ഒരു വാളെന്തോ ആണ്, ഒരു വാള് പോലത്തെ ഒരു നീളമുള്ള ഒരു ആയുധം, വാളെന്തോ എടുത്ത് ഫോണ് എന്ന് പറഞ്ഞ് ഫോണിനെ പിടിച്ചു വാങ്ങി. ആ വെട്ടുകത്തി ഉണ്ടായിരുന്നത് ആ വെട്ടുകത്തിയുടെ മാറ് വെച്ച് ഇവിടെ അരിച്ചു. ഭാര്യയുടെ മുടിയിൽ കയറി ചുറ്റിപ്പിടിച്ചിട്ട് ഈ നഖം കൊണ്ട് ഇവിടെ മുറിഞ്ഞു വീഴാൻ പോയി. ഞാൻ നല്ല സ്പീഡായിട്ട് ഓടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അവരുടെ കാല് പിടിച്ച് പറഞ്ഞിട്ടാണ് ഹസ്ബൻഡിനെ അവർ വെറുതെ വിട്ടത്. അല്ലെങ്കിൽ ഒത്തിരി അടിക്കുകയൊക്കെ ചെയ്തു. തിരിച്ച് എൻ്റെ ബൈക്കെടുത്ത് വരാൻ നിന്നപ്പോൾ എൻ്റെ തലമുടിയെ പിടിക്കുകയും ഷോൾഡറിൽ അടിക്കുകയും. പിന്നാലെ എത്തിയ കൺസ്യൂമർ ഫെഡ് ജീവനക്കാരൻ അഭിലാഷ്, വെള്ളറട സ്വദേശി വിജിൽ എന്നിവർക്കും മർദ്ദനമേറ്റു. വിജിലിന്റെ ബൈക്ക് ഗുണ്ടാസംഘം കൊണ്ടുപോയി. വാളുമായി എൻ്റെ തലയിൽ വെട്ടുകയാണ് ഉണ്ടായത്. ഹെൽമെറ്റിനെ വെട്ടി, തലയിലെ വെട്ടി ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. ബൈക്കിലൊന്ന് മറിച്ചിടുകയും എൻ്റെ ബൈക്ക് കൈവശപ്പെടുത്തുകയും ചെയ്തു. ആക്രമണം ചോദ്യം ചെയ്ത സമീപവാസി ജയകുമാറിന്റെ വീട് സംഘം അടിച്ചു തകർത്തു. വീട്ടിനകത്ത് കയറിയപ്പോൾ ഭാര്യ അങ്ങ് കഥ അടച്ചപ്പോൾ അവർ വെട്ടുകത്തി വാൾ എല്ലാം കൂടെ കൊണ്ടുവന്ന് വീടും പൊളിച്ച് പിന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച് ജനലും ഭാഗം കഥ എൻ്റെ വണ്ടി അടിച്ചു പൊട്ടിച്ച് വണ്ടിയിൽ സ്ഥലം പൈസ ഉണ്ടായിരുന്നു അതിനെ എടുത്തുള്ളത്. ആറുകാണി സ്വദേശിയായ പാസ്റ്റർ അരുൾദാസിനെ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. സംഘത്തിലുണ്ടായിരുന്ന 17-കാരനെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. രക്ഷപ്പെട്ട മറ്റുള്ളവർക്കായി വെള്ളറട പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൂണ്ടകളെ പിടികൂടാൻ ഓപ്പറേഷൻ ആഗ് വീണ്ടും ആരംഭിച്ചു പോലീസ്. ക്രിമിനലുകളെയും ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ടവരെയും കണ്ടെത്താൻ ഇന്ന് പുലർച്ചെ മുതൽ സംസ്ഥാന വ്യാപക പരിശോധന തുടങ്ങി. സംസ്ഥാനം ഗൂണ്ടകളുടെ നിയന്ത്രണത്തിലാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. തലസ്ഥാന നഗരത്തിലെ കരമനയിൽ പട്ടാപ്പകൽ യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവം. എറണാകുളത്ത് 1.5 ആഴ്ചക്കിടെ നടന്ന 7ഓളം അക്രമ സംഭവങ്ങൾ. പോലീസ് വീഴ്ചയെന്ന് പ്രതിപക്ഷം ആക്ഷേപമുയർത്തിയതോടെയാണ് ഗുണ്ടകളെ പിടിച്ചുകെട്ടാൻ പോലീസ് പരിശോധന ആരംഭിച്ചത്. പുലർച്ചെ 5 മണി മുതൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പരിശോധന ആരംഭിച്ചു. കാപ്പ ചുമത്തി നാടുകടത്തിയിട്ടും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് നടക്കുന്നവർ, ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തവർ, ഇവരെയൊക്കെ കണ്ടെത്തുകയാണ് പോലീസ് ലക്ഷ്യം. കൂടാതെ ഇവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. തിരുവനന്തപുരത്ത് നടത്തിയ പരിശോധനയിൽ കാപ്പ ചുമത്തി നാടുകടത്തിയ ഗുണ്ടാ നേതാവിനെ നേമത്ത് നിന്നും പിടികൂടി. ഈ ആന്റി സോഷ്യൽസ് ഗുണ്ടാസിന്റെ എതിരെ ഒരു കൺസേർട്ടഡ് ആക്ഷൻ ഉണ്ടാവണമെന്ന ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചെ 6 മണി തൊട്ട് ഈ ആന്റി സോഷ്യൽസിന്റെ ചെക്കിങ്ങും അവരുടെ വീടുകളുടെ റെയ്ഡ് ഒക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിന്യൂ ആവും. ഈ ആക്ഷൻ അടുത്ത 10 ദിവസത്തേക്ക് കണ്ടിന്യൂ ആവും. അതേസമയം ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണ് നാടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. പോലീസ് നോക്കുകുത്തിയാണ്. കാരണം വ്യാപകമായ ഗുണ്ടാക്രമണങ്ങളാണ്. ആർക്കും പണമുണ്ടെങ്കിൽ ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്താൽ ആരെയും കൊല്ലാനും ആരുടെയും കൈയും കാലും വെട്ടാനും ആരെയും വീട് കയറി ആക്രമിക്കാനും നടക്കും.
10 ദിവസം തുടർച്ചയായി പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ആവശ്യമെങ്കിൽ ഗുണ്ട ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ദിവസങ്ങളിൽ പരിശോധന നടത്തും. 24 തിരുവനന്തപുരം. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. ഇനി ഇന്നത്തെ ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. കാസർഗോഡ് പടന്നക്കാട് 8 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം. മോഷണത്തിനൊപ്പം പ്രതി കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചു. മലപ്പുറം സ്വദേശിയായ 5 വയസ്സുകാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ ഷെഡ്യൂളിൽ മാറ്റം. സിംഗപ്പൂർ യാത്ര വെട്ടിക്കുറച്ച മുഖ്യമന്ത്രി ഇന്ന് പുലർച്ചെ ദുബായിലെത്തി 20-ാം തീയതിയോടെ കേരളത്തിൽ തിരികെ എത്തും. കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ തട്ടിപ്പ് കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷിബു പാപ്പച്ചന്റെ നേതൃത്വത്തിലുള്ള സംഘം കേസ് അന്വേഷിക്കും. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. പ്രൈം ടൈം ന്യൂസ് അവസാനിച്ചു. ഇനി ഇന്ന് സംഭവിച്ചതുമായി പ്രവിത ലക്ഷ്മി. നമസ്കാരം.